ഇനി ഒരു ബിസിനസ് ഓണർക്ക് ഒരു GST എടുത്തുകൊണ്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ എക്സ്ട്രാ ബേർഡനോ ഉണ്ടോ? GST രജിസ്ട്രേഷൻ എടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഇതിനെല്ലാം നമുക്ക് GST ഇൻപുട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. GST ഇൻപുട്ട് എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരിടത്തുനിന്ന് പർച്ചേസ് ചെയ്തു, ആ ബില്ലിനകത്ത് ഒരു GST കോമ്പണൻറ്റ് കാണും. 18%, 5%, ചിലപ്പം 28 അല്ലെങ്കിൽ പല പെർസെൻറ്റേജിലുള്ള GST കാണും. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ GST ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് ഫുള്ളും എൻ്റെ കോസ്റ്റാണ്. ഞാനതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു 1,00,000 രൂപയുടെ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു. 1,00,000 അതിൻ്റെ GST നമുക്കത് റൗണ്ട് ചെയ്ത് ഒരു 20,000 ആണ് അതിൻ്റെ GST എന്ന് വെക്കുക. അപ്പം മൊത്തത്തിൽ ഞാൻ 1,20,000 രൂപ ആ കടയിലേക്ക് കൊടുത്തു. എന്നിട്ടാണ് ഞാൻ ആ സാധനം പർച്ചേസ് ചെയ്തത്. അതിനകത്ത് 1,00,000 രൂപയേ ഉള്ളൂ മെറ്റീരിയൽ കോസ്റ്റ്, അല്ലെങ്കിൽ ആ സർവീസിൻ്റെ കോസ്റ്റ് 1,00,000 രൂപയാണ്. ബാക്കി 20,000 എന്ന് പറയുന്നത് GST ആണ്. അപ്പം എനിക്ക് GST രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ ഈ 1,20,000 രൂപയും എൻ്റെ കോസ്റ്റാണ്. ഇനിയിപ്പോൾ എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെന്ന് വെക്കുക, ഞാൻ എൻ്റെ GST നമ്പറും എല്ലാം കൊടുത്താണ് ഇത് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 20,000 എനിക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും.